നീയെപ്പെത്തി? ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ, ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ ഇറച്ചി? അല്ല, ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി ചോദിക്കും. കുത്തണില്ല. നീ വല്ലതും കഴിച്ചോ? ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ 3/4 ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ. ഗുഡ് മോർണിംഗ് സാർ. അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ചില്ലി? ഒരു കുപ്പി പൊട്ടിയതാ സാറേ. കുപ്പിയാ? അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിന് തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. കുരുമുളകാ? അല്ല, ഉപ്പിന്റെ അസുഖമുണ്ടേ. അതെ, ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? പെങ്ങളാ? നിന്റെ സിസ്റ്റർ. അവള് ഉറങ്ങിയ ആശുപത്രിയില. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. അല്ല, ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ, പെങ്ങളിന്ന് ഇവനാ തെണ്ടി. തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലടാ ഇവളും ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവളെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായയും ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. ഇനി ഈ സ്റ്റെപ്പ് വിട്ടോളൂ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ഞാൻ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ? വേറെ ജോലിയില്ലേ? അല്ല, ഞങ്ങള് വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ പേര് എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും. നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയല്ലടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വെറും 10 രൂപയുള്ളൂ. എടുക്കണേ 90 രൂപ. ബാക്കി 92 രൂപ തിന്നു. കൊല്ലും ഞാനിന്ന് അവളെ. എടാ വേണ്ടടാ, കൊറേ ദിവസായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്. ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ? അമൃതാഞ്ജനുണ്ട്, വേണ കയ്യിൽ വെച്ചു, ആവശ്യം വരും. പാവം. ഇതിന്റെ എവിടെയൊക്കെയാണാവോ പഞ്ചർ? നീ എന്തായി കാണിക്കണേ? കണ്ടൂടെ? ഇങ്ങനെയൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ. അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും. അവിടെ പഞ്ചർ ഉണ്ടാവും. ഒരു ഇറുക്കിലെടുത്തോണ്ട് കുത്തുക. പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ടാ. ബസ് മുതലോട് തർക്കുത്തരം പറഞ്ഞു. ചവിട്ടിട്ട് പറയടാ, ബാക്കി പറയടാ. എന്താ കൃഷ്ണേട്ടാ? കൈമൾ സാർ വന്നിട്ടുണ്ട്. എവിടെ? ഈശ്വര, പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് ഇപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി അയാളുടെ കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവതാ പറഞ്ഞ അയാളെ തണുപ്പിച്ചു വിട്ടോളാം. ചെല്ല്. സുന്ദര, എന്താണത്? മുൾക്കിരീടോ? ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇറുക്കിലൂത്തി കയറ്റി വെക്കാൻ? ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് വാങ്ങാം. അല്ല, ഈ കടയിലെ കാശാര് കൊടുക്കും. കടയിലോ? എന്തിന്റെ? അവിടെ നിന്ന് ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇറുക്കിൽ പണ്ടാരങ്ങി കുത്തിക്കയറ്റി വെച്ചത്. ഈ മുടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ. ഒന്നുകൂടെ വേണോ? ഓടോ, വാടാ. എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങി നടക്കേണ്ടി വരും എന്റെ പേടി. ഇവിടെ എന്തിനുള്ള പുറപ്പാടാ? ആത്മഹത്യ ചെയ്യാനാ? മുഖം കഴുകാനല്ലേ?
എടാ അവള് ചാടി അപ്പൊ ആത്മഹത്യ തന്നെ. ഹൗ, രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. വാ. അവളെ കാണുന്നില്ല. ഉലുവാലാകും. നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരൂല. 1 2 3. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്? അവളാകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല. ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണുവേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പൊ ഇവിടെ എന്റെ പെങ്ങളാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഓ, പൈസ 100 രൂപ. മനസ്സിലാകുന്ന ഭാഷ പറവച്ചേ. എത്രയാ മോനെ ഇതിന്റെ വില? 100 രൂപ. 100 രൂപയോ? അത് ഇച്ചിരി കൂടുതലല്ലേ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. മോക്കാണ് ഇത് നന്നായി ചേരുന്നത്. ആ എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി നിക്കണേ? പാല് കുടിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കയറിയതാ. ആ ആ ബസന്തി എങ്ങാണ്ട് വീണിട്ട് പെടലി ഇടുപ്പ് ഉളുക്കി. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുത്തു, ആവി പിടിക്കാനായി. ഇടുപ്പൊളിക്കുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ വന്ന് നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പൊളിക്കുന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാന്ന്? അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി. ചെന്നോക്ക്. കണ്ണ് കെട്ടിട്ട് എങ്ങനെ നോക്കണത്? ഇത് നീ നോക്കൊന്നും വേണ്ട. നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി. ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് ബസന്തി അതിനകത്ത് എന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്കാം. ആസനം പൊള്ളിന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി? ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല, കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ. കുട്ടിക്ക് വേണ്ട. എന്റെ ദൈവമേ, പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത്. ആ ഒടുക്കത്തവന്റെ കെട്ട് കാരണം നോക്കാനും പറ്റണില്ല. ഞാനാ പൂനാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവൊന്നുമില്ല. കുട്ടിക്ക് വേദന ഉണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോണോ? ഞാനും വരാ, എനിക്കും വേദന ഉണ്ട്. ഒറ്റക്ക് പോവണ്ട ബസന്തി, നല്ല വേദന ഉണ്ട്, അതാ കരയണത്. ഞാൻ വരാ കൂടെ. എങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവൂല. ഒടുക്കത്തൊരു കെട്ടും. ഉണ്ണികൃഷ്ണ,
ചോദിക്കാനും പറഞ്ഞ ആരല്ലോ തിരിച്ചതാ പന്നികളെ. ഇനി പരിസരത്ത് കണ്ടു കൊന്നൊളിഞ്ഞ്. എന്റെ എലിയെ തുറന്നു വിട്ടല്ലേ പിശാച്. ഞാൻ തല്ലി നിക്കാനാ പറഞ്ഞത്. നിക്കാൻ സോറി, ഞാൻ കണ്ടില്ല. ശ്ശോ. ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. മര്യാദയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത്. പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ളൊരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു. ആ അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേര് വസുന്ധര. ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ അവക്ക് വെറും 2 വയസ്സ്. ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ 3 വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണർ ആയിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ പിശാച് മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു. പിശാച് ഇവിടെ വന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തലയിൽ മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. പറയേണ്ടി വന്നേക്കും. ഞങ്ങളുടെ RC ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കൈമളുടെ ജാരസന്ധതി കഥ ഞങ്ങളുടെ അങ്ങാടി പാട്ടാക്കും. ഇത് സത്യം. ശിവം സുന്ദര. പിന്നെ സാറിന് ഈ ഓഞ്ഞ മൊട്ടത്തല പുറത്ത് കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നോ, വൈറ്റ് മെയിൽ. ഞാൻ പുറത്തുണ്ടാവും ഉണ്ണി. നിനക്കൊന്നും ഇനി ഒരു അളവുമില്ല. 24 മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും. ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകളെ അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. സാരമില്ല, നമുക്ക് വേറെ വഴി നോക്കാം. എന്തായാലും പറ്റിയത് പറ്റി. തൽക്കാലം അവളോട് പറയണ്ട. പറ്റിയതും കിട്ടിയതും പറയണ്ട. രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ. കോശി വീശു കോശി. വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട്. വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ ബസന്തിക്ക് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു അപ്പൊ എന്റെ കാര്യോ? ബസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പൊ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പട്ടിണിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 റുപ്യ കഴിച്ചിട്ടുണ്ട്. ബസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഞാൻ അടിക്കും. അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി. വെറുതെ എന്തിനാ ഇങ്ങനെ ലിവർ കളയണേ? എന്താ ഇവിടെ ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് ബസന്തി. എന്താ കോള. ഭയങ്കര മേലുവേദന. ഞാനൊന്നും മയങ്ങട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ? മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം വരും. ഇതെന്താ യൂറിസ്റ്റ? എന്റെ മോലാളി, ഞാൻ ടെറസിലേക്കില്ല, വല്ല മരച്ചോട്ടിലും കിടന്നോളാം.
അതാ നല്ലത്. ടർച്ചിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും ചേർന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ എടുക്കണ്ടേ? ഇതെന്ത് ഇത് കോള മാത്രമേ ഉള്ളൂ. എടുത്തൊഴിച്ചൂടെ ദേ ഇരിക്കുന്നു. ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി ഇവിടെ ഇറങ്ങിയേ. വസന്തി എടാ ഉണ്ണി കോള മാറിപ്പോയടാ. നിർത്ത്. വസന്തി. ഓട്ടോ ഓട്ടോ നേരെ ആ വണ്ടിയുടെ പുറകു വിട്ടോ. വേഗം പോ. കൊച്ചി കറണ്ട് കപ്പി നോക്കണേ. വേഗം വിടറോ. അടുപ്പിക്ക്. കുറച്ചുകൂടി. പിടിപോട്ടെ. കൊച്ചി പിടിച്ചിരുന്നോ? എന്റെ കിടപ്പാടം പോയേ. വേഗം വിട്. അയ്യോ കോശിയല്ലേ ഇത്? ഈശ്വര, കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. അയ്യോ ഇത് ഇനി കോയമ്പത്തൂരിൽ നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മുടെ വണ്ടി പിടിക്കാം. ഒന്ന് വേഗം വിടറോ. ഹലോ സുന്ദര നീ സുന്ദര ഹലോ അങ്ങോട്ട് വേണം. ഏയ് നിർത്ത്. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഇതെന്തേത്? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? ഇത് സ്മെല്ലടിക്കാതിരിക്കാനാ. നമ്മുടെ ബസ് അവിടെ. അയ്യോ ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട് പന്നി. എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം അറിയാൻ ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ജീവിതം എടുത്താ നീ ഇപ്പൊ കളിച്ചത്. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവിടെ പോയിക്കോ. എന്റെ മുമ്പിന്ന് പോവാനല്ലേ പറഞ്ഞേ? നീ എന്താ ഈ കാണിച്ചേ? എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശവം പോലും കിട്ടില്ലായിരുന്നു. അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ? അതിനാണല്ലോ തല്ലിയത്. പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു വിളിക്കാൻ പോവാ. ബസന്തി അവിടെ നിക്ക്. ഞാനാ വിളിക്കണത്. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. അവനൊരു തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ. വരില്ല, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവളെവിടെ പോവാനാ? അടി കൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും. നീ വണ്ടി കയറ് കുളിച്ചിട്ട്. ജപ്തി ചെയ്യാനല്ല, ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാ ഞാൻ വന്നത്. എത്ര രൂപ വേണം? 25,000, 50,000? ഇയാൾക്ക് ഇപ്പഴാ ബോധം ഉദിച്ച്. ജാരസന്തതിക്കത് നാട്ടി പാട്ടാവാതിരിക്കാൻ കോംപ്രമൈസിന് വന്നിരിക്കാ മൊട്ട. മിസ്റ്റർ കായ്മൾ, 50,000 അല്ല 1,00,000 രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഏത് കുട്ടിയുടെ? എന്ത് കോംപ്രമൈസ്? ഓർമ്മയില്ല? ഇല്ല. ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം. കണ്ണടയുണ്ട്, മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ ഞാൻ വെച്ചേരും. അപ്പൊ ലോൺ തരാന്ന് പറഞ്ഞത് 5 ലക്ഷം ഉറുപ്പിയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നോണ്ട്. 5 ലക്ഷം രൂപയാ എന്റെ പേരിലോ? സംഗതി സീക്രട്ട് ആയിട്ടാണ് എത്തിയതെങ്കിലും കോഡ് നമ്പർ വെച്ചെല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു. മിടുക്ക, എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ? ഞങ്ങൾക്കൊരു ചേരിയായിട്ട് കണക്ഷൻ ഒന്നുമില്ല. പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം ഉറുപ്പിയുടെ ഗ്യാരണ്ടി വന്നത്?
മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ബസന്തി അല്ലേ? ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത്രി. അവിടുത്തെ ഗായത്രി ആയിരിക്കും ഇവിടുത്തെ ബസന്തി ഓ, അല്ലേ? അപ്പൊ അവള് കള്ളപ്പേരില് കള്ള പേരിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോ. പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം പറയൂ. ഓ എടോ, അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കൊരു മലയാളിയാ. പണ്ടെങ്ങാണ്ടോ ഇവിടുന്ന് നാട് വിട്ടു പോയതാ. ഏതോ ഒരു ഒറ്റപ്പാലങ്കാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടറോ, ആ കുട്ടി എവിടെ? അവള് പോയി.